ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ലേബർ ഗവൺമെൻറ് ബില്യൺ കണക്കിന് പൗണ്ടാണ് യു കെ NHSന് വേണ്ടി അവരുടെ ഫസ്റ്റ് ബജറ്റിൽ തന്നെ മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യു കെയിലെ ഏകദേശം ഒരു 7.5 മില്യണോളമുള്ള NHS അപ്പോയിൻമെൻറ്റ് ബാക്ക്ലോഗുകൾ നിർത്തലാക്കുക, NHSന്റെ കുറച്ചുകൂടി എക്യുപ്മെൻറ്റുകൾ പുതിയ എക്യുപ്മെൻറ്റുകൾ വാങ്ങി നവീകരിക്കുക, അതേപോലെ തന്നെ NHSന്റെ ട്രീറ്റ്മെൻറ്റ് പരിപാടികളെല്ലാം തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു അപ്പോയിൻമെൻറ്റുകൾ എല്ലാം തന്നെ തീർത്ത് NHSനെ നവീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും പണം ഇപ്പോഴ് NHSലേക്ക് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. റിഫോം ഓർ ഡൈ, അതുതന്നെയാണ് അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. NHSനെ എങ്ങനെയെങ്കിലും റിഫോം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇന്നലെ യു കെയുടെ ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുന്ന വെസ്റ്റ് ടീറ്റിംഗ് ലിവർപൂളിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. നമുക്കറിയാം, നിങ്ങളെപ്പോലുള്ള NHSൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്നും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്താൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏജൻസി വർക്കേഴ്സ് ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏജൻസി വർക്കേഴ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഏകദേശം വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് 1,13,000 NHS വേക്കൻസികളാണ് ഇപ്പോഴേ യു കെയിലെ വിവിധ NHSകളിലായിട്ടുള്ളത്. ഈ ഒരു വേക്കൻസികളിൽ ടെമ്പററി സ്റ്റാഫിനെ അല്ലെങ്കിൽ ഏജൻസി സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടാണ് ഇപ്പോഴത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഏജൻസി വർക്കേഴ്സിനെ കുറയ്ക്കാനായിട്ട് ഇപ്പോഴേ NHS യു കെ തീരുമാനിച്ചിരിക്കുന്നു. ഏകദേശം 3 ബില്യൺ പൗണ്ടാണ് കഴിഞ്ഞ ഒറ്റ വർഷം ഈ ഒരു ഏജൻസി സ്റ്റാഫിന് വേണ്ടി യു കെ NHS ചിലവഴിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു NHS ഹോസ്പിറ്റലിലേക്ക് ഒരു നേഴ്സ് ഒരു ഏജൻസി ഷിഫ്റ്റിന് വേണ്ടി അവർ ചിലവാക്കുന്ന കഴിഞ്ഞാൽ ഏകദേശം ഒരു 2,000 പൗണ്ടോളമാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിശയമായിരിക്കും. പക്ഷേങ്കിൽ പല NHS ഹോസ്പിറ്റലുകളിലും ഔട്ട്സൈഡ് ഏജൻസിയിൽ ഒരു എമർജൻസിയിൽ ഒരു നേഴ്സിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു ഏജൻസിക്ക് വേണ്ടി കൊടുക്കുന്നത് മിനിമം ഒരു 2,000 പൗണ്ടാണ്. ഇത്രമാത്രം പണം ചിലവഴിച്ചുകൊണ്ട് ഒരു ഏജൻസി സ്റ്റാഫിനെ ഈ ഒരു NHS ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവർ NHSൽ ജോലി ചെയ്യുന്ന ഒരു പെർമനന്റ് സ്റ്റാഫിൻ്റെ ആ ഒരു 50% പോലും അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. NHSന്റെ സ്റ്റാഫ് ആണെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് വളരെ ഉത്തരവാദിത്തോടുകൂടി അവിടെ ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ അവരെക്കാട്ടിൽ 10 മടങ്ങ് പണം കിട്ടുന്ന ആ ഒരു സെയിം ജോലിക്ക് വേണ്ടി ഇതിൻ്റെ ഒരു 50% പോലും കഴിവില്ലാത്ത ഏജൻസി സ്റ്റാഫാണ് ഇതേപോലെയുള്ള NHS ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏജൻസി സ്റ്റാഫുകളെ നിയന്ത്രിക്കുക, അങ്ങനെ കുറച്ചുകൊണ്ട് വന്ന് NHS അവർക്ക് വേണ്ടുന്ന എംപ്ലോയീസിനെ അവർ റിക്രൂട്ട് ചെയ്യുക. ഇതേപോലെയുള്ള ജോലിയിൽ വലിയ ഉത്തരവാദിത്തമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്രയ്ക്ക് പ്രാവീണ്യമില്ലാത്ത ആൾക്കാരെ ഏജൻസിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് പെർമനൻ്റ് ആയിട്ടുള്ള NHS സ്റ്റാഫിനെ നിയമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബാൻഡ് 2 ബാൻഡ് 3 പൊസിഷനിലേക്കുള്ള ആൾക്കാരെ ഏജൻസി സ്റ്റാഫിനെ എടുക്കുന്നതിൽ നിന്നും ഇനി ഇപ്പോഴും ബാൻ ചെയ്യാനായിട്ട് പോകുന്നു. ഏകദേശം ഒരു ഔട്ട്സൈഡ് ഏജൻസി ഇതുപോലെ തന്നെ ഹൈ പേ ചെയ്യുന്ന നേഴ്സസിനാണെന്നുണ്ടെങ്കിലും മറ്റ് NHS സ്റ്റാഫിനെ ആണെന്നുണ്ടെങ്കിലും ഏജൻസിയുടെ ത്രൂവിൽ കൊണ്ടുവരുന്നത് ബാൻ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ യു കെ ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ സ്റ്റാഫിനെ NHSൽ നിയമിക്കുക എന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഔട്ട്സൈഡ് ഏജൻസിയിൽ നിന്നുള്ള സ്റ്റാഫിനെ അവർ നിയമിക്കുന്നത് കുറയ്ക്കും. അത് NHSനെ സംബന്ധിച്ചോളം വളരെയധികം ഗുണകരമായിരിക്കും. കാരണം NHSന്റെ ഓൺ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എത്ര ഉത്തരവാദിത്തം എടുക്കണം, അല്ലെങ്കിൽ എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ പോലും അവർ നല്ല പോലെ തന്നെ പെർഫോം ചെയ്യും. അതേസമയം ഔട്ട്സൈഡ് ഒരു ഏജൻസിയിൽ നിന്ന് ഒരാൾ ഇതുപോലൊക്കെ തന്നെ ഹൈ പേയിൽ അല്ലെങ്കിൽ ഹൈ റേറ്റിൽ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ഏജൻസി ഒരു ഷിഫ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ ഒരു 50% പോലും അവർക്ക് ആ ജോലി ചെയ്യാനായിട്ട് കഴിവുണ്ടായിരിക്കത്തില്ല. പക്ഷെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പെർമനന്റ് സ്റ്റാഫിന് കിട്ടുന്നതിൽ നിന്നും ചിലപ്പം 8-10 ഇരട്ടിയായിരിക്കും ഈ ജോലി അറിയാൻ വയ്യാത്ത ഒരു ഔട്ട്സൈഡ് ഏജൻസി സ്റ്റാഫിന് ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് ഇപ്പോഴത്തെ ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS ഹോസ്പിറ്റലിലുള്ള സീനിയർ മാനേജേഴ്സിനെ നല്ല പോലക്ക് വർക്ക് ചെയ്യാത്ത, നല്ല പോലക്ക് പെർഫോം ചെയ്യാത്ത ഏകദേശം 1,45,000 പൗണ്ടാണ് ഇവരുടെ ആനുവൽ സാലറി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന
മാനേജേഴ്സ് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെയും സാക്ക് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നു. അതായത് നമുക്കറിയാം, വിവിധ NHS ഹോസ്പിറ്റലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളിനെ കുറിച്ച് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം അവർ വന്നിട്ട് അവർക്ക് അവിടെ വലിയ ഹയർ പൊസിഷനിലാണ്, അപ്പോൾ അവർക്ക് വലിയ കാര്യമൊന്നും ചെയ്യേണ്ടത് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള മാനേജർമാരെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നു. അങ്ങനെയുള്ള മാനേജർമാരെ കുറച്ചുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് വലിയൊരു ഫണ്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ്രീറ്റിങ് ഇവരെ വിശേഷിപ്പിച്ചത് റോട്ടൺ ആപ്പിൾസ്, അതായത് ചീഞ്ഞ ആപ്പിളുകൾ എന്നാണ്. ഇങ്ങനെയുള്ള മാനേജർമാർ ഏകദേശം 1.5 ലക്ഷം പൗണ്ടോളം വാർഷിക വരുമാനമൊക്കെ നേടുന്ന ഇതേപോലെയുള്ള ചീഞ്ഞ ആപ്പിളുകളെ ബാൻ ചെയ്യാനായിട്ട് പോകുന്നു. പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും ഇനിയിപ്പോൾ NHS ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു NHS ഹോസ്പിറ്റൽ ഒരു കാരണവശാലും അത് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് വെറുതെ ഫണ്ട് കൊടുത്ത് പാഴാക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പോൾ നല്ല ഒരു NHS ഹോസ്പിറ്റലാണ്, അവിടെ ഉള്ള സീനിയർ മാനേജേഴ്സൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ കഴിവുകൊണ്ട് NHS ഹോസ്പിറ്റലുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലുകളിലേക്ക് അല്ലെങ്കിൽ ആ ട്രസ്റ്റുകളിലേക്ക് നല്ല രീതിയിൽ ഗവൺമെൻറ് പൈസ കൊടുക്കുകയും ചെയ്യും. അത് കൂടുതൽ ഇമ്പ്രൂവ് ആവാനായിട്ട് അവർ അതിനു വേണ്ടി ആവുന്ന ഹെൽപ്പുകൾ എല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇനിയിപ്പോഴും ഗവൺമെൻറ് പോകുന്നത്. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ളത് ഇത്രയും അപ്പോയിൻമെൻറ്റ് ബാക്ക്ലോഗുകളെല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 1,13,000-ഓളം വിവിധ വേക്കൻസികളാണ് NHSൽ ഇപ്പോഴുള്ളത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള പൊസിഷനുകളിലേക്ക് ഇനിയിപ്പോഴും റിക്രൂട്ട്മെൻറ്റുകൾ നടത്താനായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും സീനിയർ കെയർ ആണെങ്കിലും ബാൻഡ് 5 നേഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും റേഡിയോഗ്രാഫേഴ്സ് ആണെങ്കിലും, അപ്പോൾ എവിടെയൊക്കെയാണോ വേക്കൻസികളുള്ളത് ആ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യുക. അവിടെ ഏജൻസികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഒഴിവാക്കുക. NHSൻ്റെ ഓൺ സ്റ്റാഫിനെ മാത്രം നിയമിച്ചുകൊണ്ട് ഈ ഒരു ഏജൻസി സ്റ്റാഫിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ ഒരു പ്രഖ്യാപിത നയം എന്ന് പറയുന്നത്. നമുക്കറിയാം, അത്ര പെട്ടെന്ന് ഏജൻസി സ്റ്റാഫിനെ മുഴുവനും ഇല്ലാതാക്കിയിട്ട് ഓൺ സ്റ്റാഫിനെ കൊണ്ട് NHS ഹോസ്പിറ്റൽ റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഈ ഒരു ഏജൻസി സ്റ്റാഫിനെ കുറച്ചുകൊണ്ട് വരാനായിട്ട് അവർക്ക് സാധിക്കും. ഇപ്പോഴേ NHS ഹോസ്പിറ്റലിലേക്ക് ഈ വരുന്ന ഈ ഒരു ഏജൻസി സ്റ്റാഫിനെ കുറയ്ക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കലായിട്ടുള്ള എററുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ NHSലേക്ക് ജോലിക്ക് വരുന്ന ഈ ഒരു ഏജൻസി സ്റ്റാഫിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ജോലികളെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലിനിക്കൽ എറേഴ്സ് ഉണ്ടാക്കാൻ കാരണമാവും. അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ക്ലിനിക്കൽ എറേഴ്സ് കുറയും. മാത്രമല്ല, NHSൽ ജോലി ചെയ്യുന്ന പെർമനൻറ്റ് സ്റ്റാഫ് റിസൈൻ ചെയ്യുന്നത് കുറയ്ക്കാനായിട്ടും ഇപ്പോഴും ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, ധാരാളം ആൾക്കാരാണ് ഇപ്പോഴേ NHS വിട്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ 20-25 വർഷമൊക്കെ ജോലി ചെയ്തതിന് ശേഷമായിരിക്കും ഒന്നുകിൽ അവർക്ക് സാലറി കുറവ്, അല്ലെങ്കിൽ അവർക്ക് ടൈമിങ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്രശ്നം, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ മിക്കവാറും റിസൈൻ ചെയ്തു പോകുന്നത്. അങ്ങനെ റിസൈൻ ചെയ്തു പോകുന്ന ആൾക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് ഇപ്പോഴേ പുതിയ ഓഫറുകളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ പരിഷ്കാരങ്ങൾക്ക് എല്ലായിടത്തു നിന്നും കയ്യടികൾ കിട്ടുന്നുണ്ട്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.